ബിഗ് ബോസിൻ്റെ തന്നെ ക്രൂവിലെ 2 ആളുകൾ വന്ന് ജിസേലിൻ്റെ കംപ്ലീറ്റ് മേക്കപ്പ് പ്രൊഡക്ട്സും വസ്തുക്കളും എല്ലാം എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. ജിസേലിന് 3 തവണ വാണിംഗ് കൊടുത്തിട്ടും വീണ്ടും ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ബിഗ് ബോസിൻ്റെ തന്നെ ആളുകൾ വന്ന് ബെഡിൻ്റെ ഡ്രോയിൽ നിന്നും ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയത്. BB+ എപ്പിസോഡിൽ ഇത് കൃത്യമായി കാണിച്ചിട്ടുണ്ട്. ജീവിതകഥ പറയുന്ന ടാസ്കിൽ എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയ സമയത്താണ് കറക്റ്റ് ബിഗ് ബോസിലെ 2 ക്രൂവിലെ ആൾക്കാർ വീട്ടിൽ കയറിയതും ജിസേലിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം എടുത്തുകൊണ്ട് പോയതും. അവർ കൃത്യമായിട്ട് ക്യാമറയിൽ കാണിക്കുന്നുമുണ്ട് എന്തൊക്കെ വസ്തുക്കളാണ് അവർ എടുത്തുകൊണ്ട് പോയതെന്ന്. ഇത് ബിഗ് ബോസ് കണ്ടുപിടിക്കാൻ കാരണം ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് ജിസേൽ അവിടെ ഇരുന്ന് പെർഫ്യൂമൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ട് തന്നെ ആകണം ഉടനടി തന്നെ ബിഗ് ബോസിൻ്റെ ക്രൂവിലെ 2 ആൾക്കാർ വന്ന് ജിസേലിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം എടുത്തുകൊണ്ട് പോയത്. ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെയാണ് ജിസേലിൻ്റെ പെട്ടി മുംബൈയിലേക്ക് അയച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും ജിസേൽ നിയമം ലംഘിച്ചതുകൊണ്ട് തന്നെ ഇനി അടുത്ത ആഴ്ച വരുമ്പോൾ ഒന്നെങ്കിൽ ഒരു യെല്ലോ കാർഡ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു റെഡ് കാർഡ് കൊടുത്ത് പറഞ്ഞു വിട്ടാലും വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഇത്രയും അധികം റൂൾസ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ മത്സരാർത്ഥിക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സീസൺ തന്നെ നാണക്കേടല്ലേ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.